ഈശ്വരായ ഓം നമോ ഭഗവതേ വാസുദേവായ. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സത്യത്തില് ഞാൻ നിങ്ങളെ പോലെ അംഗമായിട്ടുള്ള അമ്പലത്തില് കുറച്ച് ഭജനകളൊക്കെ പാടാറുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് എന്നതല്ലാതെ ഇത്തരത്തില് മറ്റൊരു ക്ഷേത്രത്തിൽ അതും ഇത്രയേറെ പ്രസിദ്ധമായ ഈ നാട്ടിലെ തന്നെ ഐശ്വര്യമായ ഈ ഒരു ക്ഷേത്രത്തിൽ ഇവിടെ വന്ന് ചൊല്ലാൻ അവസരം അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. അപ്പോ എനിക്ക് തോന്നിയത് ഭഗവത്ഗീതയിലെ വരികളാണ്. ഇത്രയേറെ പ്രശസ്തമല്ലെങ്കിലും എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു 4 വരികൾ ചൊല്ലിക്കൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വന്ദേ പരമാനന്ദമാധവം. മോഹനെ സംസാരിപ്പിക്കുന്ന, കാല് വയ്യാതെ മുടന്തനായിട്ടുള്ള ഒരാളെ പർവ്വതാരോഹണത്തിന് പോലും പ്രാപ്തനാക്കുന്ന ആ പരമാനന്ദ മാധവ സ്വരൂപത്തെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറയുന്ന ഈ ശ്ലോകം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ മഴനീർത്തുള്ളിയെ മുത്തായി മാറ്റും നന്മണിച്ചിപ്പിയെ പോലെ, നന്മണിച്ചിപ്പിയെ പോലെ. ഞാൻ കേട്ടിട്ടുണ്ടോ ആ പാട്ട്? അത് കൈതപ്രത്തിന്റെ വരികളാണ്. അതായത് മഴനീർത്തുള്ളികൾ, മഴത്തുള്ളികൾ നെറ്റിക്കുള്ളിൽ വീണ് 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 കുറെ മഴത്തുള്ളി ഇങ്ങനെ ഒഴിച്ചൊക്കെ പോകും. പക്ഷെ ചില മഴത്തുള്ളികൾ ഇങ്ങനെ രൂപാന്തരപ്പെട്ട് മുത്തായിട്ട് മാറും. അതുപോലെ മുത്തായി ഞാൻ കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയാറുള്ളതാണ്, ഇങ്ങനെ മുത്തായി മാറണമെങ്കിൽ അനുഭവങ്ങൾ വേണം. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത്ര അനുഭവങ്ങൾ ആർജിക്കാൻ കഴിയില്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറിവുകൾ നേടാൻ നന്നായി വായിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പുരാണങ്ങളെ കുറിച്ച് അറിയണം, നല്ല വായന വേണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല സത്സംഗുകൾ കേൾക്കണം. സത്സംഗം എന്ന് പറഞ്ഞാല് നല്ല കീർത്തനങ്ങൾ കേൾക്കണം, നാമം ജപിക്കണം, നാമം ജപിക്കണം അല്ലെ. നാരായണ നാരായണ നമ നാരായണ നമ നാരായണ നമ നാരായണ ജപിക്കാറില്ലേ അല്ലേ? നമ്മളിങ്ങനെ പ്രശ്നം വയ്ക്കുമ്പോ മനസ്സിൽ ഇപ്പം ഭക്തി വിഭക്തി എന്നൊരു കവിതയുണ്ട് വള്ളത്തോളിന്റെ. ഭക്തി വിഭക്തി എന്ന കവിതയിൽ വള്ളത്തോൾ ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ച് നേരത്തെ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ ഇതൊരു ചെറിയ ഗുരുവായൂരായിട്ട് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോഴും. അപ്പൊ ആ ഗുരുവായൂർ ക്ഷേത്രം ഇങ്ങനെ പിന്നെ അവിടേക്ക് ഒരു വർണ്ണന വള്ളത്തോൾ ഭക്തിയും വിഭക്തിയും എന്ന കവിതയിൽ തുടക്കത്തിലുണ്ട്. ഇടയ്ക്ക് ഒലിയൊത്തു തിരുനാമോഘോഷങ്ങൾക്കിടയ്ക്കു കേൾക്കാവുന്നു രമ്യാഷ്ടപതി ഗാനം. അഷ്ടപതി ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്സംഗം ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ഞങ്ങളുടെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എല്ലാവരും ചേർന്നിരുന്ന് നാരായണ നാമം ജപിക്കുക, നമ്മളെല്ലാം മറന്ന് നല്ല നാമം ജപം അല്ലെ. ഞങ്ങളുടെ ശംഭോ ശങ്കര ഗൗരീശ സാന്ദ്ര ശങ്കര ഗൗരീശ അങ്ങനെ ജപിക്കാറുണ്ട്. ഇവിടെയും വൈകുന്നേരങ്ങളിൽ നിങ്ങൾ ജപിക്കാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഇടയ്ക്ക് എളിയത്തുള്ള തിരുനാമ കോശങ്ങൾ ഒപ്പിച്ച് അഷ്ടപതി കേട്ട് പിന്നെ ശ്രീകോവിൽ നട തുറക്കുമ്പോഴോ എന്താ സംഭവിക്കുക, ആ കവിതയിൽ കൂടെ കടന്നു പോകുമ്പോ ശ്ലോകങ്ങളൊക്കെ എനിക്കിട്ട് തരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇടയ്ക്ക് എളിയത്തുള്ള തിരുനാമ കോശങ്ങൾ ഒപ്പിച്ച് അഷ്ടപതി കേട്ട് പിന്നെ ശ്രീകോവിൽ നട തുറക്കുമ്പോൾ ശ്രീകോവിൽ നടയതാ തുറന്നു പുതിയൊരു ലോകമിതേതോ കണ്ട ശോഭന തേജോമയം. പുതിയൊരു ലോകത്തിലേക്കുള്ള വാതിൽ തുറന്നു വെച്ചതുപോലെ ശ്രീകോവിൽ നട തുറന്നു.
അപ്പം കവി പറയുന്നത് നിർനിമേഷമായി നിൽക്കത്രമേ ഭാഗ്യാലിത നിന്നിലേക്കൊഴുകുന്നു സച്ചിദാനന്ദാമൃതം. കണ്ണുകളെ, നിങ്ങൾ ഈ സച്ചിദാനന്ദാമൃതം കണ്ണുകളിൽ ആവോളം ആവാഹിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് സഞ്ചരിപ്പിക്കുക. അപ്പം ആ സച്ചിദാനന്ദാമൃതം ഇതാ നിങ്ങളിലേക്ക് ഒഴുകും. അപ്പൊ നമ്മളിങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, ഏത് ക്ഷേത്രങ്ങളിലായാലും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മറന്ന് ഒരു എന്താ പറയുക, ഒരു മെഡിറ്റേഷൻ ലെവലിലേക്ക്. നമുക്ക് എല്ലാവരും പ്രയാസം അനുഭവിക്കുന്നവരാണ്. നേരത്തെ പറഞ്ഞ പ്രയാസം അത് വളരെ ഉയർന്നൊരു പ്രയാസമാണ്. അതുപോലെ അല്ലെങ്കിലും ഓരോരുത്തരുടെ ജീവിതത്തിലും പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾ വലിയൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ട്, നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പ്രയാസമുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങൾ മറക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ദേവാലയങ്ങളിൽ അല്ലെങ്കിൽ യോഗ സ്ഥാപനങ്ങളിലൊക്കെ വന്ന് നമ്മൾ ഉള്ളൊരുക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ ഒരു ചൈതന്യത്തെ മനസ്സിലേക്ക് ആവാഹിക്കുന്നു. കണ്ണുകൾ അടച്ചിട്ട് ആ സച്ചിദാനന്ദാമൃതം നമ്മുടെ മനസ്സിലേക്ക്. അപ്പം അല്ലാതെ ധാരാളമായി സംസാരിച്ചുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ കഥ ഇപ്പുറത്തെ വീട്ടിലെ കഥ അല്ലെ, അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ പുരാണങ്ങളിൽ. ഞാൻ നേരത്തെ സത്സംഗിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പുസ്തകങ്ങളെ കുറിച്ചും പറഞ്ഞു. പുരാണ പുസ്തകങ്ങളുണ്ട് അല്ലേ, മഹാഭാരതമുണ്ട്, രാമായണമുണ്ട്. ഇത് രാമായണ മാസക്കാലമാണ്. നോക്കൂ, ഒരു പുസ്തകത്തിന്റെ പേരിൽ ഒരു മാസം മൊത്തം അറിയപ്പെടുക. കർക്കിടക മാസം മൊത്തം രാമായണ മാസം എന്നറിയപ്പെടുക. അപ്പൊ ആ പുസ്തകത്തിന്റെ പ്രസക്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നമ്മളിങ്ങനെ നാമം ജപിക്കുന്നതോടൊപ്പം പുസ്തക പാരായണവും പുരാണ പാരായണവും ഇതൊക്കെ നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ രാമായണ പാരായണത്തിന് സമയം കണ്ടെത്തണം. ഞാൻ എന്റെ മനസ്സിനോട് ഞാൻ ചോദിച്ചു, ഇത്രയൊക്കെ രാമായണം പാരായണം ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരോട് പറയാൻ എനിക്കെന്ത് അർഹത? ഞാൻ അങ്ങനെ പാരായണം ചെയ്യാറില്ല. പക്ഷെ മനുഷ്യ വായന എന്നൊന്നുണ്ട് കേട്ടോ, അത് നടത്താറുണ്ട്. ഞങ്ങൾ എപ്പോഴും പറയാറുള്ള തൽക്കാലം ഒഴിവുകഴിവ് പറയാണ്. എന്നിരുന്നാലും പുസ്തക വായനയ്ക്ക് പറ്റാത്ത സമയത്ത് നമ്മൾ മനുഷ്യ വായന നടത്തണം. ആളുകളോട് സംസാരിക്കുകയും സംവദിക്കുകയും കേൾക്കുകയും പറയുകയും അങ്ങനെയൊക്കെ. അപ്പൊ ഏതായാലും അതൊരു എക്സ്ക്യൂസ് അല്ല, അതൊരു എന്താ പറയാ, അതൊരു മാറ്റിവെപ്പല്ല. നമ്മൾ വായിക്കുക തന്നെ വേണം. രാമായണം വായിക്കണം, മഹാഭാരതം വായിക്കണം. എന്നാൽ വായിച്ച ഓർമ്മയിൽ കുറച്ച് കാര്യങ്ങൾ പറയാണ്. മഹാഭാരത യുദ്ധം ശരിക്കും നമ്മൾ വിചാരിക്കും യുദ്ധമാണ് അല്ലേ, അമ്മേ യുദ്ധമാണെന്ന് വിചാരിക്കും. യുദ്ധമാണോ? നമ്മളുടെ മനസ്സിലുള്ള അല്ലെ രാമായണത്തിലെ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കാം. എല്ലാ കഥാപാത്രങ്ങളും നമ്മളുടെ ഇടയിലുണ്ട്. രാമനെ തുടക്കത്തിൽ തന്നെ ഈ വാൽമീകി രാമായണം, വാൽമീകിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? വാൽമീകി എന്ന കഥാപാത്രം ആരായിരുന്നു? ചിലപ്പോൾ ചില ചോദ്യങ്ങൾ കഥ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു വിട്ടോ. കുട്ടികൾക്കും പിന്നെ അധ്യാപകർക്കും അച്ഛന്മാർക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അച്ഛന്മാരൊക്കെ എപ്പോഴും ഫോണിൽ ഒതുക്കി. കാരണം അവർക്ക് എപ്പോഴും ഓരോ ഫോണും അതും ഇതൊക്കെ ആയിട്ട് ഒരു വിദ്യാലയത്തിന്റെ ഒരു എന്താ പറയാ ഹെഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, അവർ എപ്പോഴും എൻഗേജ് ആയിരിക്കും. അപ്പൊ നമ്മളായിട്ട് ഒരു ചോദിക്കും, ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ പാടും, അല്ലെങ്കിൽ എല്ലാവരും എഴുന്നേൽപ്പിച്ചൊക്കെ നിർപ്പിക്കും. അതുപോലെ തന്നെ അമ്മമാരെ നിങ്ങളെ ആരെയും ചെറുതായിട്ടോ കുട്ടികളായിട്ടോ ഒന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ, എന്നാലും കുട്ടി മനസ്സിലുള്ള ഒരാളാണ് നമ്മളൊക്കെ. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കും. അതുകൊണ്ട് ആ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൈയ്യടിക്കാൻ ഒന്ന് എഴുന്നേറ്റുന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ക്ഷമിക്കണം എന്ന് വിചാരിക്കരുത്. വലിയ ആളായിട്ടല്ല, ഒരു ചെറിയ ആളായിട്ട് കുട്ടിയെ പോലെ കാണുക, കുട്ടി മനസ്സോടുകൂടി ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാല്, പിന്നെ ആദ്യ കവിയായിട്ടുള്ള ആരായിരുന്നു നമുക്കൊരു രാമായണം സമ്മാനിച്ചത്? വാൽമീകിയാണ് അല്ലേ. വാൽമീകി മഹർഷിയുടെ ആദ്യം ഒരു പേരുണ്ട്. അത് ആരായിരുന്നു എന്നറിയാമത്? ആരായിരുന്നു? ഒരു താപസി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു മുനിവര്യനാണ്. ആദ്യമേ മുനിവര്യനാണോ? അല്ല, ആരായിരുന്നു? ഒരു കാട്ടാളൻ. കാര്യം എനിക്ക് ഉറപ്പായി ഒരു കാട്ടാളനായിരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കൂ, കാട്ടാളത്വം ഉള്ളിലുള്ള ആൾക്ക് ഒരു മുനിയായി മാറാൻ പറ്റും അല്ലേ? നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കാട്ടാളത്വം. ചില കാര്യങ്ങൾ അതങ്ങനെ ചെയ്താൽ പോലെ കുറച്ച് വീക്കായിരിക്കണം. നാം ജപിക്കാൻ ചിലപ്പോൾ ടീച്ചർ പറഞ്ഞാൽ നാം ജപിക്കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് കൂടണ്ട, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ വഴക്ക് കൂടണ്ട. ഉപദേശം ആരെങ്കിലും ഇപ്പോൾ ഉള്ള കൗമാരക്കാരായ കുട്ടികൾക്ക് ധാരാളം ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പം പറയുക, ഞങ്ങള് ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കും. പ്ലസ് ടുവിലെ ടീച്ചേഴ്സിനോട് ജാഗ്രതാ സമിതിക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാം അവരെ ഉപദേശിക്കേണ്ടതാണ്. കാരണം ഉപദേശം കൗമാരക്കാരായ കുട്ടികൾക്ക് ഇഷ്ടമല്ലെന്ന് ഒക്കെ അറിയണ്ടാവും. നമ്മൾ വലിയ കാര്യത്തിൽ കുറെ ഉപദേശിക്കും, അവർക്ക് ദേഷ്യം വരും. തുടങ്ങി നമുക്ക് എന്റെ മോനൊക്കെ എന്താ പറയാ തുടങ്ങി പറയും. പിന്നെ ഒരു തിരിച്ചറിയും കേട്ടോ. കാരണം
എന്റെ മോനൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറയണം വിചാരിച്ച് പറയല്ല. ഞാൻ എല്ലാ പ്രാവശ്യവും ദൂരെ പഠിക്കാൻ പോകുമ്പൊക്കെ ചുക്കുകാപ്പിയോ അടയോ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കില്ല, അത് തിരിച്ചെന്തോ കളിയൊക്കെ ചെയ്യാം. ഒരു പ്രാവശ്യം നല്ല പനി വന്നപ്പോൾ പിന്നീട് ആ അട അല്ലെങ്കിൽ ചുക്കുകാപ്പി ഒരു പ്രയോജനം ചെയ്തതായിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അമ്മമാര് പറയുന്നത് കേട്ടാൽ നമുക്ക് നല്ലതാണെന്ന് പിന്നീട് ചിന്തിക്കുന്ന അവസരം ഉണ്ടാകും. എന്നാൽ നമ്മൾ ഉപദേശിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അങ്ങനെയാണ് ഈ രത്നാകരനോട് ആരൊക്കെയോ പറഞ്ഞു കളവ് പാടില്ല, ആരെയും പിടിച്ചു പറിക്കാൻ പിന്നെന്താ ആണ് നല്ലതല്ല, മോഷ്ടിക്കരുത് ഒക്കെ പറഞ്ഞു. എന്നാൽ എനിക്ക് എന്റെ കുടുംബം പോറ്റണ്ടേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു മട്ടില് ഗർഭോടെ ഒരു മാമനിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ചാടി വീഴുകയാണ്. അപ്പൊ മാമനി ചോദിച്ചു, ഉദ്രനും പറയുന്നുണ്ട്, മുനി പറയുന്നുണ്ട്, ചോദിച്ചു, നീ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ കുടുംബം പറ്റാനല്ലേ പറഞ്ഞു. അപ്പൊ നിന്റെ ഭാര്യയും മക്കളും ഒക്കെ നിന്നെ ആശ്രയിച്ചാണ് കഴിയുന്നത് സമ്മതിച്ചു. അപ്പൊ ആരോട് നീ ചെയ്യുന്ന താൻ കുജമന്തിയെ പറഞ്ഞിട്ടുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരുമെന്ന് കേട്ടിട്ടില്ലേ നീ? അതുകൊണ്ട് നീ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ഫലം നിന്റെ വീട്ടുകാർ അനുഭവിക്കുമോ? നീ അത് അറിഞ്ഞു തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു. നീ ഒന്ന് ഭാര്യയോടും മകളോടൊക്കെ ഒന്ന് പോയി ചോദിച്ചതാണ്. അപ്പൊ ഭാര്യയുടെ അടുത്ത് പോയി ചോദിച്ചു, ഇങ്ങനെ ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. ആണോ? നല്ല ജോലിക്കൊക്കെ പോയാൽ പോരെ? എന്റെ മക്കളെ പോറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ് ഭർത്താവിന്റെ നിലയിൽ. പക്ഷേ നിങ്ങൾ എന്ത് കർമ്മ ചെയ്യാ? ഞാൻ ചിലപ്പോ പിടിച്ചു പറിക്കലും മോഷണം അത് ശരി ഇതൊക്കെ ചെയ്താണോ ഞാൻ പോറ്റുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞോ? ഭാര്യ ഒരു ഉപദേശം, ആ ഉപദേശം ഇതുവരെ കേൾക്കാത്ത രീതിയിൽ ഇങ്ങനെ കേൾക്കുക. അപ്പൊ മുനി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. തിരിച്ചു ചെന്ന് മുനിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് എന്റെ ഭാര്യ ഉപദേശിച്ചത്, ആ ഉപദേശം എന്നിൽ പരിവർത്തനം നടത്തുന്നു. ഇനി ഈ മുനിയുടെ ഉപദേശവും രത്നാകരനിൽ പരിവർത്തനം നടത്തുന്നു. അങ്ങനെ തപസ് ചെയ്ത് മൺകുറ്റിൽ നിന്നുമൊക്കെ വാത്മീകത്തിൽ നിന്നും പുറത്തു വന്ന് വാത്മീകിയായിട്ട് മാറി. കാട്ടാളൻ വാത്മീകിയായ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊക്കെ അറിയുന്ന കഥയാണ്. അപ്പൊ ആ വാത്മീകി ഇങ്ങനെ അരുത് കാട്ടാള, ഈ ഒരു കാട്ടാളനാണ് അരുത് കാട്ടാള എന്ന് പറയുന്നത്, മാനിഷാദ എന്ന് പറയുന്നത്. കാട്ടാളൻ ഒരിക്കലും പറയേണ്ട കാര്യമില്ല, കാരണം കാട്ടാളന്റെ ഒരു കർമ്മമാണ് കാടുകൾ തോറും സഞ്ചരിച്ച് മൃഗങ്ങളെ പക്ഷികളെ വേട്ടയാടുക എന്നുള്ളത്. അപ്പം അരുത് കാട്ടാള എന്ന് തുടങ്ങിയിട്ടാണ് രാമായണത്തിന്റെ തുടക്കം. മാനിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശശ്വതി സമാഗമയ പ്രൗജമിഥുനാദേകം അവധി കാമമോഹിതം. കാമത്തിൽ മോഹിതനായതെന്നും അരുത് കാട്ടാള എന്നൊക്കെ പറയുന്നത് പക്ഷികളോടാണോ? അല്ല, കാട്ടാളനോടാണോ പറയുന്നത്? ഒരു കാട്ടാളൻ മറ്റൊരു കാട്ടാളനോട് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ മനുഷ്യകുലത്തോടാണ് പറയുന്നത്. മാനിഷാദ കാട്ടാളത്വം അരുത്. അപ്പൊ നമ്മൾ ഓരോ പ്രവൃത്തിയിലും കാട്ടാളത്വം വരുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാനുള്ളത് ആരാണ്? നമ്മൾ തന്നെയാണ്. ഉള്ളൂരിന്റെ പ്രേമസംഗീതത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കൈവശമുണ്ടോ അത് വിദ്യയാകുന്ന വിളക്ക്, അറിവാകുന്ന വിളക്ക്, ജ്ഞാനം, ആ വിളക്ക് കൈവശമുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും പേടിക്കാനില്ല. പ്രേമസംഗീതം പരസ്പര സ്നേഹമാണ്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാവണ ശശിബിംബം. മൊത്തത്തിൽ ഈ പാട്ട് 3ലും 8ലും ഒക്കെ ഉണ്ട്, കുറച്ച് അപ്പൊ എന്തെങ്കിലും രീതിയിൽ പ്രേമമതൊന്നാലും നമ്മളെ വേണ്ടി ചിരിക്കാൻ പോകുന്നു. അവരുടെ മനസ്സിൽ ഒരേ ഒരു പ്രേമമേ ഉള്ളൂ. ഇവിടെ ഉള്ളൂർ പറയുന്ന പ്രേമം ഏത് പ്രേമമാണ്? ചരാചര പ്രേമമാണ്, പ്രകൃതി പ്രേമമാണ്, സമസ്ത ജീവജാലങ്ങളോട്. നേരത്തെ ഞാൻ മനുഷ്യവായന എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു പ്രണയമാണ്, പ്രേമമാണ്. അപ്പൊ അങ്ങനെ അതിന്റെ തുടർച്ചയായ ഇടങ്ങളില് വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം, അല്ലെ, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ. എന്താണ്? ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അല്ലേ? അപ്പൊ വിളക്ക്, വിദ്യയാകുന്ന നന്മയാകുന്ന വിളക്ക് കൈവശമുണ്ടെങ്കിൽ ഈ വിശ്വം മൊത്തം ദീപമയമായി മാറും. അതാണ് വിളക്കു കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം. ബ്രഹ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേനമൃതമയം. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം. നമ്മളത്തിലെ കവിതകളാണ്. നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം,
പണിവതുനാഗം നരകവും അതുപോലെ. ആരാണ് ഭൂമിയിൽ സ്വർഗവും നരകവും കിട്ടുന്നത്? നമ്മൾ തന്നെയാണ്. ഒരു കഥ പറയാറുണ്ട്. ദൈവത്തിനോട് ഒരു ഭക്തൻ ചോദിച്ചു, എവിടെയാണ് സ്വർഗം, എവിടെയാണ് നരകം? ദൈവം അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മുറി കാണിച്ചു കൊടുത്തു. 2 മുറികൾ കാണിച്ചു കൊടുത്തു. 2 മുറികളിലും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കഥയാണ്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു മുറിയുടെ മുകളിൽ സ്വർഗം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മറ്റൊരിടത്ത് നരകം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്ത് എഴുതി വെച്ചെടുത്തും ഒരേ കാലാവസ്ഥയാണ്, നമ്മുടെ പ്രപഞ്ചത്തിലെ പോലെ. നരകം എന്ന് എഴുതി വെച്ചെടുത്തും ഒരേ സിറ്റുവേഷൻ ആണ്, ഒരേ അവസരങ്ങളാണ്, ഒരേ സന്ദർഭമാണ്. എന്താന്ന് വെച്ചാല് എല്ലാവരുടെയും കൈകൾ ചേർത്ത് അവർ കഴിക്കുന്ന ഒരു പായസവുമായി ചേർത്ത് കയ്യില് ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ അവർക്ക് ഇങ്ങനെ പോലും കഴിക്കാൻ പറ്റുന്നില്ല. അത് ഒരു ബിംബാത്മകമായി പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാല് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ധാരാളം വിഭവങ്ങളുണ്ട്. പക്ഷെ ആ വിഭവം ആർത്തിയോടെ കഴിക്കാൻ നമുക്ക് പറ്റുമോ? ഗാന്ധിജി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ ഭൂലോകത്തുണ്ട്, പക്ഷെ നിങ്ങളുടെ അത്യാഗ്രഹത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാതെ PSC നമ്മളെ ഉപദ്രവിക്കില്ല. PSC എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പരീക്ഷ തിരക്കേണ്ട പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് ഇതൊക്കെ നമ്മളെ എങ്ങനെ ഉപദ്രവിക്കും. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്തു? അവിടെ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിലും സ്വർഗം എന്ന് എഴുതി വെച്ചെടുത്ത് ഓരോ ഭക്തനും കൈ കെട്ടിയിട്ട് അവിടെ പായസം കൂടിയിട്ട് മറ്റവർക്ക് കൊടുക്കുന്നു. നരകം എന്ന് എഴുതി വെച്ചെടുത്ത് എന്താ ചെയ്യാന്നറിയാതെ, മറ്റുള്ളവരെ സഹായിക്കാൻ അറിയാതെ, സ്വന്തം എങ്ങനെ വയറ് നിറയ്ക്കാമെന്ന ആശങ്കയോടെ കഞ്ഞി ഒളിപ്പിച്ച് നിൽക്കുന്നു. അവിടെയാണ് നരകം എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്, എവിടെയാണ് സ്വർഗം? മറ്റുള്ളവരെയും നമ്മെ പോലെ കരുതുക. അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സമാജത്തിലെ ഈ ഒരു ദോഷങ്ങൾക്ക് കാരണം മറ്റുള്ളവരെ നമ്മളുടെ കുഞ്ഞുങ്ങളായി, മറ്റുള്ളവരെ നമ്മളുടെ വീട്ടിലെ അവസ്ഥയായി. ഇപ്പൊ നോക്കൂ, വയനാട്ടിലെ എത്ര ആളുകളാണ് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലെ സഹായിക്കുന്നത്. ഞങ്ങൾ ഒരു വിദ്യാലയത്തിലെ അധ്യാപകർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാല് കുട്ടികളെ കൊണ്ട് നോട്ട് എഴുതിപ്പിച്ചിട്ട്, അതായത് കുട്ടികൾക്ക് കുറെ നോട്ട് പുസ്തകം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ട് അവരെ ഒന്നുകൂടി എഴുതിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. കുറെ ഞങ്ങൾ മുമ്പുണ്ടാകും ഉദ്ദേശം ഈ പ്രാവശ്യം എനിക്ക് വേറെ പരിപാടികളുണ്ട്, കാരണം പോകാൻ ഞാൻ ഒന്നും വിചാരിക്കുന്നുണ്ടായിരുന്നു. പോയിട്ട് അവിടെ സങ്കടം അനുഭവിക്കുന്നവർക്ക് കുറച്ച് പാട്ടുകൾ പാടി കൊടുക്കുക, കഥകൾ പറഞ്ഞു കൊടുക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി സമ്പത്ത് തന്നെ കൊടുക്കണമെന്നൊന്നും നോക്കുന്നില്ല. സമ്പത്ത് കൊടുക്കാൻ കഴിയുന്നവർക്ക് സമ്പത്ത് കൊടുക്കുക. എത്ര ആളുകളാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് അവര് എന്താ കിടപ്പാടം പോലും കഷ്ടപ്പെടുന്നവർ പോലും നൽകുന്നത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. അപ്പൊ ഇതുപോലെ നമുക്ക് എങ്ങനെ, അവിടെ മാത്രമല്ല നമ്മുടെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അക്ഷരമില്ലാത്തോർക്ക് അനുപരീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണുകളില്ലാത്തവർക്ക് അദൃശ്യനായ ഈശ്വരനെ കാണാൻ എങ്ങനെ പറ്റും? അല്ലേ? ഞാൻ നേരത്തെ മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞതുപോലെ രാമായണത്തിലൂടെ പ്രധാനപ്പെട്ട ഒരു കഥാസന്ദർഭത്തില് ശബരിയെ ഈശ്വരൻ എന്തുകൊണ്ടാണ് മാതാവായിട്ട് ശബരി കൊടുത്ത ഭക്ഷണം കഴിച്ച് ശബരി എന്ന അധകൃത വർഗത്തിൽപ്പെട്ട ഒരു വനിതയ്ക്ക് എങ്ങനെയാണ് ഭഗവത്പാദം പൂക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന് സംശയം വരുമ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ധാരാളം ക്രിയകൾ ചെയ്ത്, ധാരാളം ധ്യാനം നടത്തി, ധാരാളം ആചാരങ്ങൾ അനുഷ്ഠിച്ച്, അനുഷ്ഠാനങ്ങൾ നടത്തി, ക്ഷേത്രദർശനം നടത്തി, അങ്ങനെയൊക്കെ കഴിയുന്ന ആളുകൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ദൈവത്തെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ എന്താണ് വേണ്ടത്? മനസ്സ് കൊടുത്ത് ഉള്ള പ്രാർത്ഥന. ബോധിപ്പിക്കാൻ, ആരെയും ബോധിപ്പിക്കാനുള്ളതല്ല. നാമജപം ജപിക്കാൻ നമുക്ക് ധാരാളം നാമജപം ജപിച്ചിട്ട് ഒരു മനുഷ്യന്റെ വ്യസനതകൾ കാണാത്തവർക്ക് നമ്മളെ അതാണ് അടുത്തു നിൽപ്പോരനുജനെ നോക്കാം അക്ഷരമില്ലാത്തോർക്ക് അരൂപീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയാ എപ്പോഴും പുരാണങ്ങൾ കൊണ്ട് നമ്മൾ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അതിലൂടെ ഒരു വായന നടത്തുമ്പോഴാണ് ഓരോരുത്തരും. ഞാൻ വാൽമീകിയിലാണ് തുടങ്ങിയത്. വാൽമീകി ചോദിക്കുന്ന നമ്മൾ നാരദരെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ലേ? നാരദരെ കുറിച്ച് എന്താ പറഞ്ഞു കൊടുക്കാറ്? ടീച്ചറാവാൻ പോയ ഒരാളല്ലേ, ടീച്ചറാവാൻ പറ്റിയ ഒരാളാണ് സംസ്കൃതത്തെ അറിയുന്നത്. നാരദരെ കുറിച്ച് നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ചിത്രകഥയിലൊക്കെ വായിക്കാം. പിന്നെയൊക്കെ പറയുന്നല്ലേ, കുറച്ച് നുണയൊക്കെ പറയുന്ന ഒരാള്. അപ്പോ ഈ ഒരു നാരദനാണെങ്കിൽ ശൈലിയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ശരി,
നാരദർ എന്ന് പറയുന്നത് മഹാഗുരുവാണ്. നന്നായി വീണ വായിക്കുന്ന ആളാണ്, നല്ല രീതിയിലുള്ള പാണ്ഡിത്യമുള്ള ആളാണ്. നാരദരാണ് ഈ ഭഗ്നീജി ഇങ്ങനെ ചെന്നിട്ട് ഓണസ്മീൻ സമ്പ്രദം യോഗേ ഗുണവാൻ കഷ്ട വീര്യവാൻ മഹർഷേത്വം സമർത്ഥവും ഞാൻ യുദ്ധം നരന്മാര് തോന്നിട്ടോന്നല്ല മഹർഷിയെ പറയുന്ന നാരദ മഹർഷിയോട്, ബ്രഹ്മജ്ഞനായ നാരദ മഹർഷിയോട് നമ്മളുടെ ഭഗ്നീജി ചെന്ന് ചോദിക്കുകയാണ്, ഉത്തമനായ പുരുഷൻ ആരാണ്? ഒന്നസ്മീൻ സമ്പ്രദം യോഗേ ഗുണവാൻ കഷ്ട വീര്യവാൻ, വീര്യവാനായിട്ടുള്ള ഗുണവാനായിട്ടുള്ള ഉത്തമ പുരുഷൻ ആരാണ് എന്ന് ചോദിക്കുന്നത് നാരദനോടാണ്. അപ്പൊ രാമായണ കഥ എഴുതാനുള്ള ഉപദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഉപദേശം ചെവിപ്പെടുത്താം. ആരുടെ ഉപദേശം ചെവിപ്പെടുത്തിയിട്ടാണ് രാമായണം എഴുതിയത്? നാരദരുടെ ഉപദേശം. നാരദർ പറയുന്നത് എന്താണ്? രാമോ നാമ ജനൈക സുഖമാണ് പറയുന്നത്. രാമൻ എന്ന് പേര് കേട്ടിട്ടുള്ള എത്രയോ ശാസ്ത്രങ്ങൾ അറിയുന്ന ധർമ്മനിഷ്ഠയ്ക്കായിട്ട് എന്തും ത്യജിക്കാൻ തയ്യാറുള്ള രാമൻ എന്ന ഉത്തമ പുരുഷനെ കുറിച്ച് എഴുതു. അങ്ങനെയാണ് എന്ന് കവിത ആദ്യമായുണ്ടായ കവിത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ശ്ലോകം വന്ന ആ ഒരു മാമൻ. എങ്ങനെയാണ് കവിത? അങ്ങനെ ഞങ്ങൾ പറയാനുണ്ട്. കവിത കുറച്ച് കവിത കേട്ടത് എങ്ങനെയാണ് കവിത മാമനി വെള്ളക്കാരെ മുടിയാക്കി മാറ്റുന്നത് അല്ലെ? കള്ളനും കൊള്ളക്കാരനുമായ രത്നാകരന് എങ്ങനെയാണോ കവിത മനസ്സിൽ വന്നപ്പോ ഇങ്ങനെ കവിതയിലൂടെയാണ് അദ്ദേഹം മാമുനിയായിട്ട്, കവിതയിലൂടെ കവിയായിട്ട്, ആദി കവിയായി മാറി. ആദി കവി ഭഗ്നീജി എന്ന് നമ്മൾ അറിയിക്കുന്നതാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കിട്ടി രാമായണം ഉണ്ടായത്? സംസ്കൃത ശ്ലോകങ്ങൾ ആരാണ് പറഞ്ഞ? ആരാണ് നമുക്ക് വേണ്ടി സംസ്കൃത ശ്ലോകങ്ങൾ? അദ്ദേഹത്തിന്റെ കഥ നിങ്ങൾ വായിക്കണം. അതാരാണ്? എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, രാമന്റെ അനുജനായ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന് നമുക്ക് ചില പുസ്തകങ്ങളിലൂടെ അറിയാൻ പറ്റും. ഞാൻ ഒരു പുസ്തകത്തിനായി തിരഞ്ഞു നടന്നിരുന്നു. ഒരു വിദ്യാലയത്തിൽ നിന്നും പോയി പരിപാടി അവതരിപ്പിച്ച സമാനമായ ആ പുസ്തകം തന്നു. ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. തീക്കടൽ കടഞ്ഞ് ആ തിരുമധുരം എന്നുള്ളത് സി രാധാകൃഷ്ണന്റെ ഒരു നോവലാണ്. എഴുത്തച്ഛന്റെ കഥയാണ് അതില് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് എന്താ പറയാ, ഉയർന്ന ജാതിക്കാരല്ലാത്തവരെയും അക്ഷരം പഠിപ്പിക്കണം, എല്ലാവരെയും അക്ഷരം പഠിപ്പിക്കണം. ആ ചിന്തയോടുകൂടി ഗുരുകുലം സ്ഥാപിച്ച എഴുത്തച്ഛന്റെ കഥയാണ്. എഴുത്തച്ഛൻ എങ്ങനെയാണ് ചക്കിൽ ഓരോ എള്ളുമണിയും ഇങ്ങനെ നെരിഞ്ഞമർന്ന് ചക്ക് ഉന്തിക്കൊണ്ട് രാമ 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 എന്ന് ജപിച്ചുകൊണ്ട് എഴുത്തച്ഛൻ ശിക്ഷ വിധിക്കപ്പെടുകയാണ്. എന്താ ചെയ്തത്? രാജാക്കന്മാർക്ക് മാത്രം സാധിക്കുന്ന അക്ഷരാഭ്യാസം നടത്തുക, ബ്രാഹ്മണർക്ക് മാത്രം സാധിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ള രീതിയിൽ അക്ഷരാഭ്യാസം നടത്താൻ വേണ്ടി പ്രയാസപ്പെട്ട് രാമായണവും അധ്യാത്മരാമായണവും ഒക്കെ രചിച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ്. അതിന്റെ അർത്ഥം പക്ഷെ എഴുത്തച്ഛൻ എഴുതിയത് വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുണ്ടിക്കൊണ്ടാണ് രാമരാമ എന്ന ഒരു വികാസത്തിന് അധ്യാത്മരാമായണത്തിന് എഴുത്തച്ഛൻ രൂപം നൽകിയത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭാരതീ പതാകയിൽ തോന്നണം കാലേ കാലേ എന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ വാക്കുകൾ നിറയ്ക്കണമേ, കഥയമ കഥയമ കഥകളി സാധനം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എഴുത്തച്ഛന്റെ ആ ഒരു പദങ്ങളൊക്കെ ഉള്ള വെയ്പ്പ് നോക്കിയ എല്ലാവർക്കും മനസ്സിലാകും. നിങ്ങൾ രാമായണം വായിക്കുന്നവരാകും. ഞാൻ എത്രയോ മുഴുവൻ വായിച്ചാണ്, എന്നാലും ഓരോ വാക്ക് ചേർത്ത് വെക്കുന്നത് അല്ലേ, ഓരോ 7 സർഗങ്ങളിലും. നേരത്തെ ഞാൻ രാമായണം എന്റെ ഈ ഒരു പിക്ചർ അയച്ചു തന്ന ആ ഒരു പോസ്റ്റർ ഞാൻ ആദ്യം അയച്ചു കൊടുത്തപ്പോ എന്റെ ഒരു സുഹൃത്ത് ഈ ഒരു സുന്ദരകാന്ഡം വായിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാമോ എനിക്ക് വോയിസ് മെസ്സേജ് കിട്ടും. അപ്പൊ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനപ്പോ എനിക്കൊരു പരിഭ്രമായി. അതിലുള്ള മുഴുവൻ കാര്യങ്ങളും പറയാനൊന്നും എനിക്ക് അറിയില്ലല്ലോ. പക്ഷെ എന്നാലും കുറച്ച് ആളുകളോട് കുറച്ച് സംസാരിക്കാൻ ഒരു ധൈര്യത്തിൽ വന്നതാണ്. കാരണം സുന്ദരകാന്ഡത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ മുമ്പ് ഒരു ക്ഷേത്രത്തില്, തവനൂർ വിഷ്ണു ക്ഷേത്രത്തില് പുന്നശ്ശേരിയിൽ അവിടെ രാമായണ ക്വിസ് അവതരിപ്പിക്കാൻ ചെന്നിരുന്നു. ഇതേപോലെ നിർബന്ധിച്ചിട്ട് കുറെ സുഹൃത്തുക്കൾ. അപ്പൊ ആ ക്വിസ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞത് അവിടെയുള്ള മുഴുവൻ ആളുകളും, രക്ഷിതാക്കൾക്കുള്ള ക്വിസുണ്ട്, കുട്ടികളുണ്ട്, മുഴുവൻ ആളുകൾക്കും രാമായണത്തിൽ എല്ലാ കാര്യം അറിയാം. നിങ്ങൾ എങ്ങനെയാ ചോദിക്കുക ആ രീതിയിൽ കുറച്ച് ആളുകളൊക്കെ എന്നെ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് പേടിയായി. പക്ഷെ ഞാൻ ഇതേപോലെ ചർച്ച വെച്ചിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എപ്പോഴായാലും നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ആളുകളോട് പറയണമെന്നുണ്ട്, അത് പറയാം. ചില കാര്യങ്ങൾ അരുത് എന്ന് പറയേണ്ടതുണ്ടാവും. അരുത് കാട്ടാളാം ഇങ്ങനെ പറഞ്ഞു അല്ലേ, അമ്മനി പറഞ്ഞു, നീ പറഞ്ഞു അരുത്
കാട്ടാള. കാട്ടാളൊക്കെ മരുത്. എന്തൊക്കെ അരുത് നോക്കൂ. രാമായണത്തിലെ കഥാപാത്രങ്ങൾ എന്തെല്ലാം മരുതായികൾ ചെയ്തിട്ടാണ്. നമുക്ക് ചിലപ്പോൾ നമുക്ക് പറയാം രാമനും മരുതായിക ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അതിനൊക്കെ വേറെ വേറെ ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങൾ ആഴത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെ. എന്തിനാണ് ജനകാത്മജയെ കാട്ടിലയച്ചത് അല്ലെ? രാജഹിതം രാജാധികാരം കൈക്കൊള്ളാനാണോ? ആണോ? രാജാധികാരത്തിനാണെങ്കിൽ 14 വർഷം മനസ്സിൽ പോകണമോ? നാട്ടുകാരോട് ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യും? എല്ലാവരും ചേർന്ന് രാമനെ രാജാവാക്കും. അത്രയ്ക്കും ആഗ്രഹിച്ചതാണ് എല്ലാവരും. പക്ഷേ പിതാവിന്റെ വാക്ക് പാലിക്കാനായിട്ട് 14 വർഷം കാട്ടിൽ പോയ ശ്രീരാമൻ എന്തിനാണ്? സീതയെ ജനകാത്മജയെ കാട്ടിലയച്ചത്. ധാരാളം പഠനങ്ങളുണ്ട്. അശാന്റെ സീതാകാര്യം വായിക്കണം, എല്ലാം വായിക്കണം. സീതയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീത രാമന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. രാമനെ കുറിച്ച്, ശ്രീകൃഷ്ണനെ കുറിച്ച്, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച്, വാസുദേവനെ കുറിച്ച് ധാരാളം കവിതകളും പാട്ടുകളും ആട്ടക്കഥകളും എല്ലാം ഉണ്ട്. ശ്യാമമാധവം എന്റെ മാമ്പഴത്തിലെ ഗുരുവായിരുന്നു പ്രഭാകരൻ സാറ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ശ്യാമമാധവം. അതായത് ശ്രീകൃഷ്ണൻ എങ്ങനെ ഞാനതൊക്കെ ചെയ്തു പോയി എന്ന് വ്യസനിക്കുന്നതായിട്ട്. അതുപോലെ ശ്രീരാമൻ വ്യസനിക്കുന്നതായിട്ട് വന്നിട്ടില്ല. ശ്രീരാമനെ കുറിച്ചുള്ള ധാരാളം പാട്ടുകളോ കഥകളോ എന്തിന് വലിയ അമ്പലങ്ങൾ പോലും അല്ലേ, നമ്മളുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ പോലെയുള്ള പ്രസിദ്ധിയുള്ള അമ്പലങ്ങൾ പോലും ഇല്ല. കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്, എനിക്കും നമ്മൾക്കും ഒക്കെ ഇഷ്ടം ഈ കുസൃതികളൊക്കെ കാണിച്ച് അല്ലെ, നമ്മളോട് കൂടി ഇത്തിരി കള്ളമൊക്കെ ആവാം അല്ലെ. ഒരു മനുഷ്യന്റെ എന്താ പറയാ, ഒരു മനുഷ്യനേറെ സ്നേഹിക്കുന്ന ഒരു ചൈതന്യമായിട്ട് ആ പാട്ട് കൂടി ഒന്ന് പാടട്ടെ. ഞങ്ങളുടെ അമ്പലത്തില് കരിപ്പൂർ വിഷ്ണു ക്ഷേത്രം ഉണ്ട്. അവിടെ ഞാൻ പാടാറുള്ളൊരു പാട്ടുണ്ട്. അതൊന്ന് പാടും. അമ്പാടി തന്നെ ഒരുണ്ണി അഞ്ജന കണ്ണനാറുണ്ണി അഴകിലും അഴകായൊരുണ്ണി കണ്ടാലും കൊതിക്കുന്നൊരുണ്ണി. ഇവിടെ പറയുന്നത് അമ്പാടി തന്നീരോരുണ്ണി അഞ്ജന കണ്ണനാറുണ്ണി. അഴകോലും അഴകിന്നും അഴകായൊരുണ്ണി കണ്ടാലും ബോധിക്കുന്നൊരുണ്ണി. ഈ അമ്മയുടെ പ്രത്യേകതയുണ്ട്. നല്ല രസമാണ്. വെണ്ണ പോലെ മണ്ണു തിന്നും ചെന്നു കണ്ടു ചോദിച്ചാൽ ചിണുങ്ങും പാവത്തനായിട്ടും വയലേഴു ലോകവും കാട്ടും. ചില്ലറ കുസൃതി അല്ല കേട്ടോ. ഉടനെ കയറിട്ട് എണ്ണ കട്ടുന്നു. എന്നിട്ടോ അമ്മ ചെന്ന് ചോദിച്ചാല് വേറെ ദിവസം മണ്ണ് വാരി തിന്നും. അമ്മ ചെന്ന് ചോദിച്ചാലോ പാവത്തനായി നാമു നീട്ടും വയലേഴു ലോകവും കാട്ടും. അമ്മയെ എത്തിക്കാൻ, അമ്മയെ മാത്രമല്ല നമ്മുടെ ലോകം മൊത്തം അത്ഭുതപ്പെട്ടിരിക്കത്തക്ക രീതിയിലുള്ള കാഴ്ചയാണ് കാണിച്ചു കൊടുക്കുന്നത്. 17-14 ലോകവും അങ്ങനെ കാണിച്ചു കൊടുക്കില്ലേ. കണ്ണകരി മൂക്കിൽ വന്ന നിന്നെ കാണാൻ തിടുക്കമായി കണ്ണ ആർത്തി വിനാശക കണ്ണ കണ്ടാലും കൊതിച്ചു പോം കണ്ണ. ഇങ്ങനെ ആർത്തി വിനാശകൻ കൂടി എങ്ങനെ എല്ലാവരും കൊതിക്കുന്ന ആളാണെങ്കിലും ഗാന്ധിജി പറഞ്ഞതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനുള്ളതൊക്കെ ഈ ഭൂലോകത്തുണ്ട്. അത്യാഗ്രഹത്തിനുള്ളതില്ല. അത്യാഗ്രഹം ശമിപ്പിക്കുന്ന ആള് കൂടിയാണ്. ആർത്തി വിനാശക കണ്ണ ആരും കൊതിച്ചു പോം കണ്ണ. നോക്കൂ, കുചേലൻ വളരെ കർത്തവ്യത്തോടുകൂടി ഭാര്യയ്ക്ക് പറയാ, ചൊല്ലുവോ നിങ്ങളുടെ തോഴൻ, ഉറ്റ തോഴൻ രാജാവല്ലേ, ആ രാജാവായിട്ട് ഇരിക്കുന്ന രാജാവിന്റെ അടുത്ത് പോയിട്ട് സഹായം ചോദിച്ചാല് എന്തെങ്കിലും സഹായം ചെയ്യില്ലേ? അപ്പൊ എന്താ ചെയ്തത്? കാലത്തെഴുന്നേറ്റു കുളിച്ചോട്ടു വന്ന പതിയുടെ കാലടി വന്ദിച്ചു കൊതി കയ്യിൽ കൊടുത്തു. കുചേലവൃത്തം കേട്ടല്ലേ? ആരുടെ കാര്യം നോക്കണ്ടോ? രാമൂരത്ത് വഞ്ചിപ്പാട്ടിലെ രാമൂരത്ത് കാര്യത്തിന്റെ വഞ്ചിപ്പാട്ട കുചേലവൃത്തം. എന്നിട്ട് എന്താ കൊടുത്തത്? കുതൂഹലം കുടയുമെടുത്തിട്ടനും കൂടയായ പത്നിയോടു യാത്രയും ചൊല്ലി. എന്റെ മുമ്പ് ആദ്യം ചെയ്തിട്ടുണ്ട്. യാത്ര ചൊല്ലി, പത്നിയോട് യാത്ര ചൊല്ലി. ഇങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട കൂടപ്പിറപ്പിന്റെ പോലെ സ്നേഹിച്ച എന്റെ സൗര്യത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ എന്താ കൊടുത്തത്? ക്ഷിപ്രനിരുട്ടത്തിരിക്കെ കൊണ്ടുകല്ലുമേറും അപ്രകൃതം പൊതിഞ്ഞൊരു പൊതിയിൽ കെട്ടി. നമുക്കങ്ങനെ തിരുവാതിരപ്പാടി ഗീണത്തിലൊക്കെ പാടാം. എന്താ ചെയ്തത്? കയ്യില് കൊടുത്തത് അപ്രകൃതമാണ്, അവിലാണ്. അവിൽ പൂജ നടത്താറില്ലേ? അവിടെ നമ്മള് ഭാഗവത സപ്താഹമൊക്കെ വരുമ്പം അവിൽ നിവേദ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ഏറ്റവും ദാരിദ്ര്യത്തിൽ
കല്ലും മുള്ളും ഒക്കെ ചേർന്ന് കുറച്ച് നെല്ലൊക്കെ കൊണ്ടുവന്ന് ഇടിച്ച് നെല്ലിടിച്ച് അവിലാക്കി അവിലും കൊണ്ടാണ് പോകുന്നത്. അപ്പൊ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഭഗവാനെ എന്തായാലും ഏറ്റവും ഉദാത്തമായ മനസ്സോടെ, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും അർപ്പണ ബോധത്തോടെ, തുളസി കതിരായാലും അല്ലേ, നമ്മുടെ പാഞ്ചാലി ഒരു തുളസിയിൽ നിന്നാണ് അക്ഷയപാത്രത്തിലെ വറ്റിലെ ചീനയും അമൃതത്തായി ഭഗവാൻ പൂജിച്ചില്ലേ, അവിടുത്തെ അഞ്ചന വിഗ്രഹം മാത്രം അകതാരിൽ വെച്ചിവൾ ഭജിച്ചില്ലേ. കൃഷ്ണയോട് കൃഷ്ണ പറയുന്നതാണ്, എനിക്ക് അവിടുന്ന് തന്ന അക്ഷയപാത്രം. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് സമ്മാനവും ഭഗവാൻ ഏറ്റവും നല്ല മനസ്സോടുകൂടി, അതാണ് വിജയകൃഷ്ണ ആഖ്യാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇവിടെ രാമായണ വിചാരമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് രാമായണത്തിലേക്ക് തന്നെ കുറച്ചുകൂടി സഞ്ചരിക്കാം. അപ്പം രാമായണത്തിൽ നമ്മൾ പറഞ്ഞു, രത്നാകരനെ പറഞ്ഞു, ശ്രീരാമനെ പറഞ്ഞു, നീ സീതയെ പിന്നെ പറയണ്ടല്ലോ അല്ലെ, സീതാമാതാവ് ജനകാത്മജയാണ് അല്ലെ, ജനകന്റെ പ്രിയപുത്രിയാണ്. എന്നിട്ടും ശ്രീരാമനോടൊപ്പം വനത്തിലും എന്താ പറയാ, നമ്മൾ കാമം അരുത് എന്ന് പറഞ്ഞപ്പോൾ സീത കാമിച്ചത് വനത്തെയാണ് എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. സീത മാനിനെ ആഗ്രഹിച്ചത് ഒരു തെറ്റായി പോയില്ലേ. സ്വർണ്ണമാൻ വന്നപ്പോൾ കണ്ടില്ലയോ, കനകമയം മുഖം എത്രയും ചിത്രം ചിത്രം എന്ന് പറഞ്ഞിട്ട് സോദര ആ മാനിനെ പിടിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവെ കണ്ടില്ലയോ, കനകമയം മുഖം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതം പേടിയിൽ ഇതിലേതും എത്രയും ഇണക്കമുടിയിൽ പേടിയുണ്ട്. ശരിക്കും ആരാണ് മാനായിട്ട് വന്നത്? ആരാണ്? മാരീചപ്പെട്ട് നമുക്കറിയാലേ, മാരീചൻ എന്ന രാക്ഷസൻ. എങ്ങനെയാ മാരീചൻ രാക്ഷസീയ ഭാവമൊക്കെ വെടിഞ്ഞതിന് മുനിയായിട്ട് ജീവിക്കുക. അപ്പോഴേക്കും ആരുടെ ഒരു കോപത്തിലാണെന്ന് അറിയോ മാരീചൻ രാക്ഷസ എന്താ പറയാ മാൻപേടയായിട്ട് വന്നത്? രാവണന്റെ കോപം. ഓരോ വികാരങ്ങളെ കുറിച്ചും രാമായണത്തിൽ പറയുന്നത്, കോപം അരുത്, കാട്ടാളക്കം അരുത്. കോപിച്ചുകൊണ്ട് പറഞ്ഞു, മാരീച ചെല്ലു, മാനായിട്ട് ചെല്ലു. എന്തിനാണ്? അതിന്റെ മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആരാണത്? ഉപ്പും മുളയും ഒക്കെ ഛേദിക്കപ്പെട്ട ശൂർപ്പണഖ. ആരാണ്? ശൂർപ്പണഖ. ശൂർപ്പണയ്ക്ക് എന്താ കുഴപ്പം വന്നത്? ശൂർപ്പണയ്ക്ക് ഒരു ഭർത്താവൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് പ്രശ്നം വന്നത്? ശൂർപ്പണയ്ക്ക് ആസക്തി വന്നു അല്ലേ. കാമാസക്തി എങ്ങനെയാണ്? ശ്രീരാമനെ ആഗ്രഹിച്ചു, ലക്ഷ്മണനെ ശ്രീരാമനെ ഒക്കെ കണ്ടപ്പോ കൊള്ളാലോ ആഗ്രഹിച്ചു. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ആഗ്രഹിച്ചപ്പോ അതില് ആഗ്രഹിച്ചോട്ടെ, ഒരു സ്ത്രീയെ കണ്ടാൽ, ഒരു പുരുഷനെ കണ്ടാൽ മനുഷ്യ സഹജമാണ്. നമ്മൾ കാണുമ്പോൾ ഇഷ്ടം തോന്നുക, സംസാരിക്കുക, സന്തോഷിക്കുക, അതൊക്കെ പറ്റും. പക്ഷേ ഭാര്യ സമേതനായി കാട്ടിലേക്ക് വന്ന ഭാര്യയെ എങ്ങനെ ഒഴിവാക്കാന്നുള്ള ചിന്ത കൂടി. എന്നിട്ട് പുരുഷനെ ആഗ്രഹിച്ചു. ഭാര്യയെ, സീതയെ അകറ്റാൻ വേണ്ടിയിട്ട് സീതയെ കുറിച്ച് രാവണനോട് പറഞ്ഞു കൊടുക്കുകയുണ്ടായത്. സുന്ദരിയായ നീ കണ്ടു നോക്കൂ. അങ്ങനെ രാവണനെ പ്രേരിപ്പിച്ചു. ഈ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അംഗഭംഗം വരുത്തി തീർക്കുന്നത്. എന്തിനാണ് ഈ ശൂർപ്പണഖയെ അംഗഭംഗം വരുത്തിയത്? നമുക്ക് തോന്നാം ഒരു ക്രൂരതയായിട്ട് തോന്നാം. അപ്പൊ അതുകൊണ്ട് അതിനോട് നമുക്കൊക്കെ വിയോജിപ്പ് തോന്നാം. പ്രത്യേകിച്ച് സ്ത്രീകളെ നമുക്കൊക്കെ വിയോജിപ്പ് തോന്നാം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകും എന്നുള്ളത് സൂചിപ്പിക്കുക മാത്രമാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രീതിയിൽ രാമായണത്തെ കഥാപാത്രങ്ങളെ ഒക്കെ ഛേദിക്കാനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ വേർതിരിച്ചറിയാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. അപ്പം വേണ്ടത് മാത്രം കൊള്ളുക. അക്രൂരനായ യാദവൻ ഇങ്ങനെ ദൂതുമായിട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്, പിന്നെ ഭഗവാനോട് ഇത് പറയുമ്പോ എന്താണ്, പാലിനെ വേർതിരിച്ച് ഒരു ഹംസം എങ്ങനെയാണോ നീരിൽ നിന്നും വെള്ളം കലക്കിയ പാല് കൊടുത്തിട്ട് അത് നീര് പോക്കി പാൽ മാത്രം ഹംസം കുടിക്കുന്നത്, അതുപോലെ ഭഗവാനെ ഇതിലെ തെറ്റുകൾ ഒക്കെ മാറ്റി ഇതിൽ ഗുണകരമായ ശരിയായ സന്ദേശം മാത്രം അങ്ങ് കൈക്കൊള്ളണമേ എന്ന് അക്രൂരന്റെ ഒരു ആഖ്യാനത്തിൽ അവിടെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് ഭഗവാനും അങ്ങനെ തന്നെയാണ്. നമ്മൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലൊക്കെ നമ്മളോട് ഭഗവാൻ ക്ഷമിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ശൂർപ്പണഖമാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ കഥാപാത്രങ്ങളെ കൊണ്ട് രാവണന്മാരുണ്ട്. നമ്മുടെ മനസ്സിലുണ്ട് രാവണന്മാര്. രാവണന്റെ ദോഷം എന്തായിരുന്നു? രാവണന്റെ ദോഷം എന്താണ്? രാവണൻ ശരിക്കും നല്ല കഥാപാത്രമാണ്. നിങ്ങളറിയാൻ കേട്ടിട്ടുണ്ടോ? 10 തല ഉണ്ടാവും. ഓരോരുത്തരും 10 തല വരച്ചു. ബാലയൊക്കെ തന്നെ കുറെ പ്രതിമ പോലെ 10 തല എന്നുള്ളത് കവി ഉദ്ദേശിച്ചു
ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടോ? അത്രയ്ക്കും ബുദ്ധി ഉണ്ട് എന്നുള്ളതാണ്. 20 കൈകൾ തന്ന അത്രയ്ക്കും കായശേഷി ഉണ്ട് എന്നുള്ളതാണ്. രുദ്രവീണ വായിക്കും, നന്നായിട്ട് വീണ വായിക്കുന്ന സംഗീത നിപുണതയുണ്ട്. ഇത്രയെല്ലാം കഴിവുള്ള ആളുകൾ കുഴപ്പമില്ല വന്നത്. എന്താ വന്നത്? അത്യാഗ്രഹം തന്നെ. സമ്പത്ത് മൊത്തം എനിക്ക് വേണം, ലങ്ക മൊത്തം സ്വർണം കൊണ്ടാണ്, സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിക്കുക. സ്വർണം പോലുള്ള സ്ത്രീയെ കണ്ടപ്പോൾ മോഹിച്ചു, അതും എനിക്ക് വേണം. ഇങ്ങനെ അത്യാഗ്രഹം. നേരത്തെ ഗാന്ധിജി പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആഗ്രഹത്തിനുള്ളതുണ്ട്, അത്യാഗ്രഹത്തിനുള്ളത് ഈ ഭൂമിയിലില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആഗ്രഹത്തിനുള്ളതൊക്കെ പ്രകൃതി നമുക്ക് മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അത്യാഗ്രഹത്തിനുള്ളത് ഇനിയും കുന്നിടിച്ചും വയൽ നികത്തിയും മണ്ണിട്ടും ഒക്കെ വെള്ളം സ്വന്തമാക്കിയില്ലേ? പ്രകൃതി വായന കൂടി വേണം രാമായണത്തിലൂടെ. മനുഷ്യ വായന വേണം, പ്രകൃതി വായന കൂടി വേണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത്യാഗ്രഹത്തിനുള്ളതൊന്നും ഇല്ല എന്ന് പറഞ്ഞതുപോലെ അത്യാഗ്രഹം കാണിച്ചാൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുമെന്ന് രാവണനിലൂടെ നമ്മെ പഠിപ്പിച്ചു. ഓരോ കഥാപാത്രത്തിനും ഇങ്ങനെ പ്രത്യേകമുണ്ട്. സഹോദര സ്നേഹത്തിന്റെ കഥ അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. ആരാണ് രാജാവ്? ശ്രീരാമന്റെ അച്ഛൻ ആരാണ്? ദശരഥൻ അല്ലേ? 10 രഥം അല്ലെ ആള്, ഓരോ പ്രൗഢില്ല ആള്. പക്ഷെ ആ രാജാവിന് എന്താ സംഭവിച്ചതാണ്? ഞങ്ങൾക്ക് മാനിഷാദ എന്ന് പറഞ്ഞതുപോലെ, അറിവ് കാമം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം കാമത്താൽ പ്രചോദിതനായി. എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടല്ലോ, ധാരാളം ഭാര്യമാരുണ്ട്, മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും 3 സുമിത്രയെയും കൈകേയിയെയും കൗസല്യയും ഒക്കെ വിവാഹം കഴിച്ചത്. ഏറ്റവും കേകയ രാജ്യത്തെ രാജാവിന്റെ മകളായ കൈകേയി, ഏറ്റവും സുന്ദരിയും നല്ല കാഴ്ചയുള്ളവളൊക്കെയായ കൈകേയിയെ കൊണ്ടുവന്നു. കൈകേയിയെ കൊണ്ടുവന്നപ്പോൾ കൈകേയിയോടൊത്ത് മാത്രമായി സുമിത്രയെയും പിന്നെ എന്താ പറയുക കൗസല്യൊക്കെ തൽക്കാലം പറഞ്ഞിട്ട് കൈകേയി പറഞ്ഞാൽ എന്തും അനുസരിക്കും. കൈകേയി യുദ്ധത്തിനൊക്കെ കൂട്ടും. വീണൂരി തെറിച്ചപ്പോ കൈകേയിയാണെങ്കിൽ കൈ വെച്ച്, കൈകേയിയുടെ നല്ലൊരു ശക്തിയേറിയ കഥാപാത്രമാണ്. പക്ഷെ ആ കഥാപാത്രത്തെ പോലും ചില കുരിഷ്ടുകൾ അല്ലേ, ആരാണ് കൈകേയിയെ വൈദ്യുതിച്ചത്? ആരാണ്? മന്ദരല്ലേ? അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കും നമുക്ക് വരാം. അപ്പൊ ഈ കൈകേയി ഇത്രയും സ്ഥൈര്യമേറിയ കഥാപാത്രമായ കൈകേയിയോട് ദശരഥൻ പറയുന്നൊരു വാചകം കഥയിൽ കൂടെ ഉണ്ട് രാമായണത്തിൽ. എന്താണെന്നറിയോ? ദശരഥൻ പറഞ്ഞു, എത്ര എന്താ പറയാ, എത്ര നിരപരാധിയെ വേണമെങ്കിലും തൂക്കിലേറ്റാം. ഈ കൈകേയി ഇങ്ങനെ കറങ്ങിയിരിക്കുക ഒരു ഗൃഹത്തിൽ. അതായത് കൈകേയിയോട് നമ്മൾ പറഞ്ഞ ആള് ആര്? ആരാ? കൈകേയിയെ മന്ദരമാരില്ലേ നമ്മുടെ നാട്ടില്? അല്ലേ? നമ്മുടെ തന്നെ ചെറുപ്പുണ്ടാവും. ഞാൻ ഇതൊരു പറഞ്ഞെടുത്താൽ ചിലപ്പോ അങ്ങനെ പറ്റൂല, ഇങ്ങനെ പറഞ്ഞില്ലേ, ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ കഴിയൊക്കെ പറഞ്ഞാൽ ഇത് ഒത്ത് മന്ദരോട് പറഞ്ഞു. പിന്നെ ഞാൻ ഇല്ലോ മന്ദരയാവാൻ പാടുള്ളൂ. മന്ദര എന്താ പറയാ, നന്മയുടെ വിളിക്കാതെ പറഞ്ഞതുപോലെ കിട്ടിയ അവസരത്തിൽ മന്ദരയ്ക്ക് എന്താ ലാഭം? അത് അവശയായാല് കാണാനോ എന്താ പറയാ, നമ്മൾ തീരെ അവഗണിക്കുന്ന ഒരു കഥാപാത്രം. പക്ഷേ കൈകേയി രാജ്ഞി ആയാലും എന്താ പറഞ്ഞത്? രാജ്ഞിയോട് ഒറ്റ തോഴിയായിട്ട് കാണാം. ആ ഒരു സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? നല്ലോണം പോകുന്നൊരു കുടുംബത്തെ രക്ഷിച്ചു. രാജാമാതാവിന് കൗസല്യയിലേക്ക് ആവുക. പിന്നെ ശ്രീരാമന്റെ എന്താ പറയാ സിംഹാസനാവരോഹണത്തിന്റെ തലേന്നാണ് പോയി പറഞ്ഞു കൊടുത്തത്. അപ്പോഴേക്കും ഇത് കേട്ടപ്പോഴേക്കും അത്രയും ധൈര്യമുള്ള കഥാപാത്രമായ കൈകേയിയുടെ മനസ്സ് മാറിയോ? നോക്കൂ, ഇത്രയുള്ള മനുഷ്യന്മാര് ഒരാൾ പറഞ്ഞിരുന്ന ചിലപ്പോൾ നമ്മുടെ മനസ്സൊക്കെ മാറാനല്ലേ? രാമായണത്തെ വായിക്കും ഉള്ളിൽ അങ്ങനെ വായിച്ചു നോക്കണം. അങ്ങനെ മനസ്സ് മാറാൻ പാടില്ല. നമ്മുടെ ഉള്ളില് ആര് പറഞ്ഞു തന്നാൽ ഈ ചെവി കൂടെ കടത്തി ഈ ചെവി. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് മന്ത്രമാര് കടന്നു വരാതെ, ഏഷണിയും പരദൂഷണവും ഒന്നും വരാതെ നമ്മുടെ സമാജത്തെ മലീമസമാക്കുന്നവരെ മാറ്റി നിർത്തേണ്ട കടമ നമ്മൾക്ക് തന്നെയാണെന്നാണ് കൈകേയിയുടെ കഥ. നോക്കൂ, ഈ കൈകേയി എത്രമാത്രം പരിഹസിക്കപ്പെട്ടു. ഞാനും ഭഗവാനും മരുത്തരിയും നാനാ പുനവാസികളും അമാത്യരും ആന തേർ കാലാൽ കുതിര പട എല്ലാവരും പോണം ശ്രീരാമനെ സ്വീകരിച്ചു കൊണ്ടുവരാൻ ഭരണം പറയുമ്പോ നിങ്ങൾ മാത്രം വരണ്ട. ആരോടാ പറഞ്ഞത്? സ്വന്തം അമ്മയോട്. നിങ്ങൾ വരിക, ഞാൻ നിങ്ങളെ ഇപ്പം തല്ലിക്കൊള്ളുമായിരുന്നു. പക്ഷേ എന്റെ ഏട്ടന്റെ മുമ്പിൽ ഞാൻ അമ്മയെ കൊണ്ട ഒരാളായിട്ട് എന്റെ ഏട്ടൻ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ ദ്രോഹിക്കാത്തത് എന്നൊരു മകനെ കൊണ്ട് പറയിപ്പിക്കാൻ തക്ക പാപം ചെയ്യാൻ തോന്നിപ്പിച്ചത് ആരാണ്? മന്ദര. അപ്പോ മന്ദരയാണ്. അത്തരത്തിലുള്ള മന്ദര ശക്തികളൊക്കെ നമ്മളോട് എന്തെങ്കിലും കെണി
നുണ പറഞ്ഞു തന്നാൽ നമ്മൾ അതിന് വഴങ്ങാൻ പാടുണ്ടോ? ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു? കൗസല്യയുടെ കഥാപാത്രം എന്ന് പറയുന്നത് മികച്ച കഥാപാത്രം, ഏറ്റവും എന്താ പറയുക ശക്തിയുള്ള സ്ത്രീ കഥാപാത്രമാണ് കൗസല്യ. സുമിത്ര പറയുന്ന ഒരു ശ്ലോകമാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് വൈദികമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നത്? രാമൻ ദശരഥം വിദ്യജനകാന്ന് വെച്ചാലേ രാമനെ ദശരഥനായിട്ട് കാണണം, സീതയെ എനിക്കറിയാം അല്ലെങ്കിൽ സീതയെ അമ്മയായിട്ട് കാണണം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് സുമിത്ര മകനെ, നോക്കൂ, ഏതെങ്കിലും ഒരു സ്വപത്നിയുടെ മകനെ ഒരു അമ്മ ഇങ്ങനെ കാണണമെന്ന് പറഞ്ഞ് സ്വന്തം മകനെ വനത്തിലേക്ക് വിടുവോ? അതൊരു ആ സുമിത്രയുടെ വലിപ്പം. അത്രയ്ക്ക് വലിപ്പമേറിയ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. നേരത്തെ മന്ധരയെ പോലെയുള്ള, ശൂർപ്പണഖയെ പോലെയുള്ള കഥാപാത്രങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറെ കഥാപാത്രങ്ങളുണ്ട്. ലക്ഷ്മണന്റെ ഉപദേശം വളരെ പ്രധാനമാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കാറുണ്ട് ലക്ഷ്മണ ഉപദേശം. പോകുന്നതെല്ലാം അത്തരത്തില് ജ്യേഷ്ഠനെ ഉപദേശിക്കുന്ന അനുജനുണ്ട് അല്ലേ? അത്രയ്ക്ക് സഹോദരങ്ങള്. ഭരതൻ തന്റെ ജ്യേഷ്ഠന് വേണ്ടാത്ത ഭരണം, ഇപ്പോഴത്തെ ഭരണാധികാരികളെ കുറിച്ച് ചിന്തിക്കാനോ, തന്റെ ജ്യേഷ്ഠന് വേണ്ടാത്ത ഫലപ്പെട്ട വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാനോ, തന്റെ ജ്യേഷ്ഠന് വേണ്ടാത്ത ഭരണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ജ്യേഷ്ഠന്റെ പാതുകങ്ങൾ കൊണ്ടുവന്ന് വെച്ച് പാതുക പൂജ നടത്തിയ അനുജനുണ്ട് രാമായണത്തില്. ഈ മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മളെടുത്ത് പരിശോധിച്ചാൽ പിന്നെ അതിലേറെ ചിന്തിക്കാനുള്ള കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സിലുണ്ട് രാവണന്മാർ, ശൂർപ്പണഖമാർ, മന്ധരമാർ. അപ്പോൾ അവരിൽ നിന്നൊക്കെ മാറി നിന്ന് സുമിത്രമാരായിട്ട്, കൗസല്യമാരായിട്ട്, ഊർമിളയായിട്ട് തന്റെ ഭർത്താവ് വീട്ടിനോടൊപ്പം പോകുന്നതിൽ യാതൊരു സങ്കടവും കാണാതെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച ഊർമിളമാരായിട്ട്, മക്കളെ എന്താ പറയാ മാമുനിമാരെ എന്താ പറയാ വാത്മീകിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. സീതയെ തന്റെ വനത്തിൽ വെച്ച് സംരക്ഷിച്ചല്ലേ? എന്ന് ഒരു മുനി തിരിച്ച് ശകുന്തള തിരിച്ചു നിന്നപ്പോ ഒരു മുനി ഇങ്ങനെയാണ് പറഞ്ഞത്, കണ്ണുമുനി. ഷിതിമനോദിയ മാതിരി ഈ ജനകൻ എന്തിനാ ജാതി കിഴിഞ്ഞ നീ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വാത്മീകി പ്രതികരിച്ചത്? വാത്മീകി ഓരോ സമയത്തും സീതയുടെ മക്കളെ കൊണ്ട് രാമായണം അവിടെ ചൊല്ലിപ്പിക്കാൻ വേണ്ടി പരിശീലിപ്പിച്ച് അല്ലെ, മുഴുവൻ കഥ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അത്തരത്തിൽ ഉയർന്ന് ചിന്തിച്ച ഒരു കാട്ടാളത്തുമുള്ള ആളായിട്ട് കൂടി ആ കാട്ടാളത്വം മാറ്റി നിർത്തി മുനിയായിട്ട് നമ്മുടെ ഒക്കെ മനസ്സിലുള്ള മുനിയായിട്ട് മാറിയിട്ടുള്ള ആരുണ്ട്? ആരാണ് മുനി? ആരാണ് രാമായണം ആദികവി? വാത്മീകിയുണ്ട്. അതേപോലെ കുലഗുരുവായ വസിഷ്ഠർ അല്ലേ? വസിഷ്ഠരുണ്ട്. പിന്നെ അതേപോലെ അത് മഹാഭാരതത്തിലെ രാമായണത്തിലെ ഒരു കുലഗുരുണ്ട്. ആരായിരുന്നു? അരുന്ധതി ദേവിയുടെ അല്ലേ? അരുന്ധതി ദേവിയോടൊപ്പം തന്നെ വിശ്വാമിത്രൻ വന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ എന്താ പറയുക രാമനെയും ലക്ഷ്മണനെയും എനിക്ക് വനത്തിലേക്ക് രാക്ഷസന്മാരെ ഓടിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഗുരുവാണ് പറഞ്ഞത് അയച്ചോളൂ, പ്രശ്നമില്ല, വിശ്വാമിത്ര വളരെ നോക്കിക്കോളും എന്നുള്ള രീതിയിൽ പറഞ്ഞ രാജഗുരുവുണ്ട്. അങ്ങനെയുള്ള ധാരാളം ഉയർന്ന കഥാപാത്രങ്ങള്. ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ രാജാക്കന്മാരെ കൂടി ഉപദേശിക്കുന്ന കഥാപാത്രങ്ങളെ നമ്മളുടെ ഇതിഹാസങ്ങളിലുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ഇതിഹാസങ്ങളുള്ള, ധാരാളം കഥാസന്ദർഭങ്ങളുള്ള, ധാരാളം കഥാപാത്രങ്ങളുള്ള ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. അപ്പൊ ഈ രാമായണം വായിക്കുന്നതുകൊണ്ട് രാവ് മായും എന്നുള്ളതാണ്, ഇരുട്ട് അകറ്റുക എന്നുള്ളതാണ്. രാമന്റെ അയനമാണ് രാമായണം എന്ന് പറയാറുണ്ട്. രാമായണ മാസം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഞാൻ ചെറിയ പ്രതിജ്ഞ എടുത്തത് രാമായണ മാസത്തിൽ പണ്ട് കാലത്ത് അത് ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല, തുണികളും അമിതമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിയിരുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് പണ്ട് കാലത്തുള്ള ആളുകൾ ചിലപ്പോൾ അന്ന് നേരെ കത്ത മഴ പെയ്യുമ്പോൾ ജോലിയൊന്നും ഉണ്ടാവില്ല. അപ്പം എന്താണ് വീട്ടില് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി ആചരിച്ചത് ആയിരിക്കാം. അത് അന്ധവിശ്വാസമായിട്ട് നമുക്ക് തള്ളാം. എങ്കിലും നമ്മൾ വിചാരിക്കാം രാമായണ മാസത്തിൽ അങ്ങനെ അമിതമായിട്ട് ആടയാഭരണങ്ങളൊന്നും വാങ്ങണ്ട. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ലഭിക്കില്ലേ മഴക്കാലത്ത്. ഇത്തരത്തിലുള്ള ആചാര
പ്രകൃതിക്കും അനുസരിച്ച് ശാസ്ത്രീയ രീതിയിലുള്ള വിശ്വാസങ്ങളാക്കി മാറ്റുമ്പോൾ അവിടെയാണ് പ്രകൃതിയും മനുഷ്യരും നമ്മളും ഒക്കെ വിജയിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ രാമായണ മാസക്കാലം, ഈ പഞ്ഞമാസക്കാലം നമ്മൾ പത്തില താളുകളൊക്കെ, അതായത് നമുക്ക് ചുറ്റുമുള്ള സസ്യലതാദികളൊക്കെ വെച്ചിട്ട് കഞ്ഞിയാകട്ടെ അല്ലേ, ശരീരവും മനസ്സും ശരീരത്തെ ആമയം തീർക്കാൻ നമ്മൾ കഷായമായിട്ടും വൃത്തിയായിട്ടും അങ്ങനെയൊക്കെ ആകും. മനസ്സിന്റെ ആമയം തീർക്കാൻ എന്ത് ചെയ്യും? പുരാണ പാരായണം നടത്തും. അപ്പൊ അത്തരത്തിൽ പുരാണമൊക്കെ പാരായണം ചെയ്യും. ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളും സത്സംഗങ്ങളും പിന്നെ അതേപോലെ നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെറിയ യാത്രകൾ നടത്താറുണ്ട്. ഈ സ്ത്രീകളൊക്കെ കുറച്ച് പ്രായമുള്ളവരൊക്കെ എവിടെയും പോകാതെ ഇങ്ങനെ വീടുകളിൽ ഒതുങ്ങി കഴിയുന്നവരായിരിക്കും. അവരെ കൂട്ടി ഞങ്ങള് പിന്നെ വിവിധ ക്ഷേത്രങ്ങളിൽ അലങ്കല യാത്ര പോകും. അതല്ലാതെ തന്നെ വയനാട്ടിലൊക്കെ പോകും. നിങ്ങളോട് ഞാനിപ്പോ പറയട്ടെ, കുഞ്ചമ്പാമ്പ് നേരത്തെ തീക്കടക്കാരൻ തിരുമധുരം പറഞ്ഞില്ലേ, ഇത് എഴുത്തച്ഛന്റെ പ്രയത്നങ്ങളും അക്ഷരം അവിടെ നല്ല കാര്യങ്ങളും എന്താ അതിന് കഥാപാത്രന്റെ അമ്മാവൻ ഈ പുസ്തകങ്ങൾ ഈ ആക്രമിക്കാൻ രാജാവിന്റെ ഇന്ദ്രന്മാർ വന്നിട്ട് എല്ലാ പുസ്തകങ്ങളും കൂടി മാറി കെട്ടി കണ്ണ് കാണാത്തതാ ആയ അമ്മാവനാ. എല്ലാ പുസ്തകങ്ങളും ഒരു ചാക്ക് കെട്ടിയിട്ട്, വലിയ കട്ടിലെ ചാക്ക് കെട്ടിയിട്ട് കഴുത്ത് കുട്ടിയുടെ കണ്ണിലേക്ക് ചാടുക ചെയ്യുന്നത്, ആത്മാഹത്യ ചെയ്യുക. പുസ്തകങ്ങള് ഇങ്ങനെ മുകളിൽ കൊണ്ടുവരണം. പക്ഷെ പുസ്തകങ്ങള് കണ്ടില്ലാത്ത പിന്നീട് അത് തിരിച്ചറിഞ്ഞ ആളുകളെ, അതായത് കൃഷ്ണൻ എഴുത്തച്ഛൻ, മുഖ്യയാള് രാമൻ എഴുത്തച്ഛൻ ഇതൊക്കെ ശേഖരിച്ച് പുസ്തകങ്ങൾ വീണ്ടെടുക്കുകയുണ്ടായി. എന്നിട്ട് ഒരു ആശ്രമം സ്ഥാപിക്കുന്നതും ഈ എഴുത്തച്ഛനെ, കുഞ്ഞെഴുത്തച്ഛനെ, രാമൻ എഴുത്തച്ഛൻ കൃഷ്ണൻ എഴുത്തച്ഛനെ അറിവ് ശേഖരിക്കാനായിട്ട് അറിവുടയോടെ അടുത്തേക്ക് ദേശാന്തരത്തിന് എന്താ പറയുക എല്ലായിടത്തും യാത്ര ചെയ്യാൻ വേണ്ടി വിടുന്നതായിട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം അറിവ് കിട്ടുന്നുണ്ട്. അപ്പൊ കൊച്ചു കൊച്ചു യാത്രകളൊക്കെ സംഘടിപ്പിക്കുക. അപ്പൊ ഈ രാമായണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, രാമായണത്തില് ആർക്കും കവി നമുക്ക് ഇന്നയാളെ ഒരു ഭാഗം കൂടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ശ്രീരാമൻ തന്നെ എന്താ ഏറ്റവും പ്രസിദ്ധമായ ഗുരുവായൂരെ പോലുള്ള പ്രസിദ്ധമായ ശ്രീരാമക്ഷേത്രങ്ങൾ കുറവാണ്. രാമേശ്വരത്തൊരു ക്ഷേത്രമുണ്ട്, രാമേശ്വരം, കാശി രാമേശ്വരം. അവിടെ ശ്രീരാമൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് യുദ്ധത്തിൽ മരിച്ച എല്ലാവർക്കും വിരുദ്ധർപ്പണം ചെയ്തു അവിടെ. അതുകൊണ്ടാണ് അത് അത്രയും പ്രസിദ്ധമായത്. അപ്പൊ ശ്രീരാമൻ ചെയ്യുന്നത് എന്റെ ഒരു കക്ഷിയിലുള്ള ആളുകൾക്ക് അല്ലെ, ഇന്ന ആളുകൾക്കെന്നല്ല, യുദ്ധത്തിൽ ധാരാളം ആളുകൾ നേരത്തെ വരെ അനുശോചനം അറിയിച്ചു തന്നെയല്ലേ. അത് ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ടത്, ഇന്ന മതത്തിൽപ്പെട്ടത്, അങ്ങനെയാണ് അനുശോചനം അറിയിച്ചത് നമ്മള് അല്ല. എല്ലാവർക്കും വിഷമം അനുഭവിക്കുമ്പോൾ നമ്മള് വിഷമം അല്ലെ, അന്യജീവന സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകിമാരെന്ന് ആശാൻ പറഞ്ഞതുപോലെ, പിന്നെ കവികൾ പറഞ്ഞതുപോലെ ഒരു കണ്ണീർക്കണം അക്കിത്തം പറഞ്ഞതാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവാണ്, കുറേ പ്രാവശ്യം പോയി സന്ദർശിച്ചിട്ടുണ്ട്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ പുതിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കുമ്പോൾ എന്റെ മനസ്സിൽ ആവശ്യം ഉദിക്കുന്നു ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുരാവുന്നു നിത്യനിർമ്മല പൗർണമി. എന്റെ ഹൃദയത്തിൽ മറ്റുള്ളവർക്കായി പുഞ്ചിരി കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വിലാവ് ഉദിച്ചുയരുന്നു എന്ന് പറഞ്ഞ അക്കിത്തത്തെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവയും, അപ്പം മാനവ സേവ മാധവ സേവ എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനും ക്ഷേത്ര കമ്മിറ്റി, ഞങ്ങളുടെ കമ്മിറ്റിയിൽ തന്നെ നമുക്ക് സഹായം നൽകാറുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ അവിടെ പള്ളി കമ്മിറ്റി അവിടെ ഞങ്ങൾ ക്ഷണിക്കാതെ നമ്മൾ പോകാറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ തെറ്റിക്കണം എന്നൊന്നുമല്ല, മനുഷ്യവായനയും എല്ലാത്തിനും അതീതമായ ഒരു ഭക്തി ശക്തി നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭക്തിയും വിഭക്തിയും കൂടെ പറഞ്ഞിടത്താം. ഭക്തിയും വിഭക്തിയില് മണ്ഡപത്തറയിന്മേൽ മേലിനമറയോതൻ മണ്ഡലത്തിൽ നിന്നൊരു കേരളക്ഷമാദേവൻ. ആ മണ്ഡലത്തിൽ ഒരു ഭക്തി വിഭക്തികൾ അവിടെയുള്ളതാണ്. ഒരു ആദ്യ ബ്രാഹ്മണനെ എഴുതി ചെയ്യുക. അധീര ശാന്താത്മാവിൽ പിന്നാലെ കൂടിയൊരു ശുദ്ധനാമം കൂടി മന്ദമുന്നുര ചെയ്താൻ. അമ്മത് ആരാണറിയോ? ആരാണ് നാരായണീയം രചിച്ച നെൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് വന്നത്. നാരായണീയം ഞാൻ കയ്യിലെടുക്കുമ്പോൾ നാരായണീയം
ഇവിടെ പാരായണല്ലേ. കേശപാശകൃത പിഞ്ചികാവിതതി സഞ്ജലൻ മകര കുണ്ടലം ഹാരജാലവനമാലിക ലളിതമംഗരാഗ ഹരസൗരഭം പീതചേല പ്രദകാഞ്ചികാഞ്ചിത മുദഞ്ചകം ശുഭ്മണിനൂപുരം. ഇങ്ങനെ വളരെ എന്താ പറയാ സംസ്കൃത ശ്ലോകം കൊണ്ട് ഒരു മാന്യം എടുത്ത് ഭഗവാനെ നിവേദിച്ച ആ മുപ്പത്തൂരിന്റെ അടുത്ത് ഗാനപ്പാന പാടിയ സംസ്കോകിലം എന്ന് ചോദിക്കുകയാണ്. പച്ചയാണിതെന്നാലും പട്ടേരി നോക്കി തന്നേ പന്തിയാവുള്ളൂ. എന്താ പറഞ്ഞത്? പത്തിയും വിപത്തി എന്ന കവിതയുടെ കഥകൾ പറഞ്ഞു നിർത്തുകയാണേ. പത്തിയും വിപത്തിയിൽ പറഞ്ഞത് ഇത് പച്ചയാണ്, പച്ച മലയാളത്തിലുള്ള ശ്രീകർമാമുഖം മൂന്നാമത്തിന്റെ ജ്ഞാനപ്പാനൊക്കെ പച്ചയാണ്, ആർക്കും ഏത് പണ്ഡിതരും പറഞ്ഞതും ചൊല്ലാൻ പറ്റും, ഇതൊന്നും നോക്കി തിരുത്തി തരുമോ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്? ഭാഷാശ്ലോകം. മറ്റുള്ളവരെയും കാട്ടിക്കൊള്ളുക ഭാഷാശ്ലോകം. കവി വെള്ളത്തോട് പറയാണ്. കഷ്ടനീ ബ്രഹ്മജ്ഞൻ തൻ സമൃജ്യോതിസിലും തട്ടിയോ തവനിരൽ പാണ്ഡിത്യ കേഴുകവേ. അഹങ്കാരം പതിയെ പതിയെ ബ്രഹ്മജ്ഞന്റെ മനസ്സിലും അഹങ്കാരമേ നീ തട്ടിയോ. അതുകൊണ്ടല്ലേ മറ്റു പലവരെയും പാഠാശ്ലോകം കാണിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞത്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ജയകുമാർ സാറിനോട് ഒരു പദ്യം നോക്കിക്കൊണ്ട് തിരിച്ചെന്ന് വെച്ചപ്പോ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ വളരെ തിരക്കിലായിരുന്നു. പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ച് അയച്ചു, അത് ശരിയായോ. അദ്ദേഹത്തിന് പിന്നീട് തോന്നിക്കാണും എല്ലാം നല്ല കാര്യം മാത്രം തിരുത്തി കൊടുത്താൽ മതി അല്ലേ. ചില കാര്യങ്ങൾ നമ്മള് അച്ഛയാണെങ്കിൽ അത്ര നല്ല കാര്യം അല്ലെങ്കിൽ അതൊന്ന് തിരുത്തി കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് തോന്നിയതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്താ ഉണ്ടായത്? ശമിച്ചിരുന്ന വാദവ്യാധി പെട്ടെന്നു വലുതായി തീർന്നിതാരാവിൽ തന്നെ കൈകാലുകൾ മോച്ചി വലിച്ചാത്തനായ വിടുന്ന് ഹാ കൃഷ്ണ ഹരേ എന്ന് കേടുരുളുകയായി. മനസ്സിലാകണ്ടല്ലേ? പറയണ്ടല്ലോ. വാദം തിരിച്ചു വന്നിട്ട് കൈകാലുകളൊക്കെ കോച്ചി വലിച്ചിട്ട് മനസ്സിലായാലും കൂടി ചെറിയാണേ. ഹാ കൃഷ്ണ ഹരേ എന്നിങ്ങനെ കരയുകയുണ്ടായി. ഒടുവിലൊരു വിധമൊന്നു കണ്ണടച്ചപ്പോൾ ഒരു കോമളബാലനരികെ കാണായി വന്നു. എങ്ങനെ ഉറക്കം വരില്ല? നമുക്ക് എന്തെങ്കിലും പ്രയാസം വന്നു വിടുക, ഉറക്കം വരുമോ? എല്ലാവർക്കും എപ്പോഴാവേ ഉറക്കം വരൂല. അത് പറഞ്ഞിട്ടെന്താ? അങ്ങനെ ഒന്ന് കണ്ണടച്ചപ്പോൾ ഒരു കോമളബാലനരികെ കാണായി വന്നു. തിരികൾ തിരുകിയ കാകുഴൽ കെട്ടും നൽപൊന്നേലസുകിലും അരയിൽ മഞ്ഞപ്പട്ടും ചെന്തളിക്കൈയിലൊരു കൊച്ചോടക്കുഴലും കൈ തൊഴാം തൊഴാം അമ്പാടി മണിക്കുഞ്ഞേ. അദ്ദേഹത്തിന് തോന്നിയതാ ഭഗവാനെ അമ്പാടി മണിക്കുഞ്ഞേ കൈതൊഴാം. അങ്ങനെ ആ മണിക്കുഞ്ഞ് വന്ന് വരുത്തി കൊടുക്കുകയും അതിനുശേഷം എല്ലാ വ്യാധിയും മാറുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ കൃഷ്ണകർമാമൃതവും പുരാണത്തിലെ ജ്ഞാനപ്പാനയും അർത്ഥമെത്ര വളരെയും തായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. നമുക്ക് ചൊല്ലിക്കില്ല, അത് ശരി. എന്റെ ബാക്കി കഴിക്കാറില്ല. ശതമാന സഹസ്രം അധികം അഖിലാശ്ചര്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൃഷ്ണ കൃഷ്ണ കാണിച്ചത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇവിടെ എന്നൊക്കെ മാറ്റി ഞാൻ കേൾക്കത്തില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ
ചിന്തുകൾ പാടാൻ കൃപ ചൊരിയൂ ചിന്തയിലുണരൂ. ഇവരെല്ലാവരുടെയാണ് സച്ചിന്തയിലുണരൂ. കീർത്തനായിട്ട് നമുക്കല്ല ചിന്തയിലുണരൂ ചന്ദ്രമംഗലത്തപ്പ ചിന്തുകൾ പാടാൻ കൃപ ചൊരിയൂ സച്ചിന്മയ നാമം തുയിലുണരൂ. നാരായണ നമ നാരായണ നമ നാരായണ നമ നാരായണ നാരായണ നമ നാരായണ നമ നാരായണ നാരായണ നമ നാരായണ നമ നാരായണ നമ നാരായണ നാരായണ നമ നാരായണ നമ നാരായണ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ. അങ്ങനെ സത്സംഗ് നമുക്ക് എപ്പോഴും ചെല്ലാൻ പോകും. എല്ലാവർക്കും ചേർന്ന് ഭക്തിഗാനങ്ങളും നാമജപങ്ങളും ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ രാമ